ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം യൂട്യൂബിൽ റെസിപ്പി ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഓരോ നേരത്തോടെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ ബ്രെഡൊക്കെ എടുത്ത് നമ്മൾ 4 സൈഡ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി പിന്നെ ആ ബ്രെഡൊക്കെ നമ്മൾ പൊടിച്ചെടുത്തു. എന്നിട്ടാണ് നമ്മുടെ കിഴങ്ങ് നല്ലൊരു വേവിച്ച് ഉടച്ചെടുത്തത്. അത് കണ്ട് ചേർത്തു. പിന്നെ നമ്മുടെ സവോളയും നമ്മുടെ പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൂടി ചേർത്ത് കൊടുത്തു. പിന്നെ അതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതും, പിന്നെ നമ്മൾ ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ റൗണ്ടാക്കി എടുത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തു. അതാണ് നമ്മുടെ ഷേപ്പ്. നമ്മൾ ഈ കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഷേപ്പ് എടുത്ത് അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മറന്നെടുത്താൽ മതി. അപ്പം നമ്മളുടെ എണ്ണയിലൊക്കെ ഇട്ടു. അപ്പോൾ അത് മൊരിഞ്ഞ് വരുന്ന ടൈമിൽ നമ്മൾ കുർക്കുറെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുർക്കുറെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കാണ്ട് എണ്ണയിലിട്ട് സാധനമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കിട്ടി. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഫസ്റ്റ് എടുത്ത സാധനം അമ്മയാണെങ്കിൽ എടുത്തിട്ട് പോയി കഴിച്ച് അമ്മ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാനും കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എങ്ങനെ ആവും, അകത്ത് വേവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടൊമാറ്റോ സോസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ അതില്ലാതെ. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ബൈ.